നമസ്കാരം. പത്തനംതിട്ട നഗരത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു അപകടത്തിന്റെ ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു ഈ അപകടം. ആഘോഷങ്ങൾ അതിരുവിടുമ്പോൾ പലപ്പോഴും അപകടത്തിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. അപകടങ്ങളുടെ പരമ്പര പല സ്ഥലത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണം ഓണത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ശേഷം ബൈക്കിൽ അമിതമായ വേഗതയിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് ഏറെ സൂക്ഷിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അപകടത്തിൻ്റെ പ്രധാന കാരണം ആഘോഷത്തിന് ശേഷമുള്ള യാത്രയായിരുന്നു. കോളേജ് റോഡിൽ സ്റ്റേഡിയത്തിന് സമീപം പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്ന പത്മ കഫേക്ക് മുൻപിലാണ് ഈ അപകടം നടന്നത്. ദാരുണമായ ഒരു അന്ത്യമായിരുന്നു. പത്തനംതിട്ട QRSലെ ജീവനക്കാരനായിരുന്നു. 2 മാസമായുള്ള കല്യാണം കഴിച്ചിട്ട്, അതായത് ഈ പറയുന്ന പത്മ കഫേയുടെ മുൻപിലുള്ള ഇടുങ്ങിയ പോസ്റ്റിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ ബൈക്ക് കടന്നു പോയത്. അമിതമായ വേഗതയായിരുന്നു എന്നുള്ളത് ഈ ബൈക്ക് കിടക്കുന്ന കണ്ടാൽ മനസ്സിലാകും. ഏകദേശം 50 മീറ്ററോളം ദൂരത്തിലേക്ക് തെറിച്ചു പോയി ഈ ബൈക്ക്. ഒരു കടയുടെ ഷട്ടറിൽ ഇടിച്ച് താഴെ വീണ് തൽക്ഷണം തന്നെ ഇതിൽ യാത്ര ചെയ്തിരുന്ന യുവാവ് മരിക്കുകയായിരുന്നു. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം വട്ടപ്പറമ്പ് അജി ഹൗസിൽ സജീവ് എന്ന 31 വയസ്സുകാരനാണ് ഈ ദാരുണമായ അന്ത്യം സംഭവിച്ചത്. പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അതിനു മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു. ഓണത്തിൻ്റെ ആഘോഷത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറഞ്ഞത്. എന്തായാലും ഓണത്തിൻ്റെ ആഘോഷം അതിരുവിടാതെ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ. മറ്റു വാർത്തയുമായി വീണ്ടും കാണാം. പൂവിളി പൂവിളി ഈ ഓണം കളറാവട്ടെ പുളിമുറ്റൽ സിൽക്സ്.